ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ഉപാധിയല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കും. ഞാനതാ പറഞ്ഞത്, നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ട ചില നമ്മുടെ ഇപ്പോഴത്തെ തോട്ട്സ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം നമ്മളില്ല അമ്പലത്തിൽ, ഇപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മളില്ല അമ്പലത്തിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥിച്ച പരീക്ഷയെ വിജയിപ്പിച്ചേക്കണേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല ഇതിനുള്ളത്. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇൻസിഡൻറ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ ആവാം, അല്ലെങ്കിൽ വാട്ടെവർ എന്താ. ഇപ്പം ഒരു കുട്ടി ജനിച്ച് ഒരു 6 മാസം ആകുമ്പോഴേ നല്ലതായിട്ട് പാടുന്നു അല്ലെങ്കിൽ നല്ലതായിട്ട് ഡാൻസിലൊക്കെ ഇതാവുന്നു പറഞ്ഞാൽ അവൻ എങ്ങനെയാണ് കഴിവ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതിൽ അറിയില്ല, നമുക്കറിയില്ല. ഭയങ്കര നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഇതിലോട്ടൊരു അട്രാക്ഷൻ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ടേ ഉള്ള അട്രാക്ഷൻ എങ്ങനെ തോന്നി? വീട്ടിൽ ചിലപ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല. അതെങ്ങനെ തോന്നിയെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ലൈഫ് ഡിസൈൻഡ് ആയി പോകുന്നത്.